നമസ്കാരം. ഭാരതത്തിന്റെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതും അഭിമാനകരവുമായ അധ്യായങ്ങളിൽ ഒന്നാണ് 1999 നടന്ന കാർഗിൽ യുദ്ധം. ജമ്മു കാശ്മീരിലെ ലഡാക്ക് മേഖലയിലുള്ള കാർഗിൽ ജില്ലയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാൻ നടത്തിയ നുഴഞ്ഞുകയറ്റമാണ് ഈ സായുധ പോരാട്ടത്തിന് കാരണമായത്. ശീതകാലത്ത് ഇന്ത്യൻ സൈന്യം ഒഴിഞ്ഞു പോകാറുള്ള ഉയർന്ന മലനിരകളിലെ കാവൽപ്പുരകൾ പാക് സൈനികരും ഭീകരരും ചേർന്ന് രഹസ്യമായി കൈയടക്കുകയായിരുന്നു. ഓപ്പറേഷൻ ബദർ എന്ന് പാകിസ്ഥാൻ പേരിട്ട ഈ നീക്കത്തിലൂടെ ലഡാക്കിനെ ഇന്ത്യയിൽ നിന്ന് ഒറ്റപ്പെടുത്താനാണ് അവർ ലക്ഷ്യമിട്ടത്. എന്നാൽ ശത്രുവിന്റെ ഈ കുതന്ത്രത്തെ തിരിച്ചറിഞ്ഞ ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ അതിശക്തമായ തിരിച്ചടി ആരംഭിച്ചു. സമുദ്രനിരപ്പിൽ നിന്ന് 18,000 അടിയിലധികം ഉയരമുള്ള അതിശൈത്യം നിറഞ്ഞ കൊടുമുടികളിൽ വെച്ചാണ് ഈ യുദ്ധം നടന്നത് എന്നത് ഇതിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു. കുത്തനെയുള്ള മലനിരകളിൽ മുകളിൽ നിലയുറപ്പിച്ച ശത്രുവിനെ താഴ്ന്നു പോരാടി തോൽപ്പിക്കുക എന്നത് അതീവ ദുഷ്കരമായിരുന്നു. എങ്കിലും ഇന്ത്യൻ കരസേനയും വ്യോമസേനയുടെ ഓപ്പറേഷൻ സഫേദ് സാഗറും ഒത്തൊരുമിച്ച് നടത്തിയ നീക്കങ്ങൾ പാക് നിരയെ തച്ചു തകർത്തു. ടൈഗർ ഹിൽ, തോലാലിംഗ് തുടങ്ങിയ തന്ത്രപ്രധാനമായ കൊടുമുടികൾ ഇന്ത്യൻ സൈനികർ രക്തരൂക്ഷിതമായ പോരാട്ടത്തിലൂടെ തിരിച്ചുപിടിച്ചു. ബോഫോഴ്സ് പീരങ്കികളുടെ ഗർജനവും ഇന്ത്യൻ പൈലറ്റുമാരുടെ കൃത്യതയാർന്ന ആക്രമണങ്ങളും ശത്രുവിനെ വിറപ്പിച്ചു. ഒടുവിൽ 1999 ജൂലൈ 26 എല്ലാ നുഴഞ്ഞുകയറ്റക്കാരെയും തുരത്തിക്കൊണ്ട് ഇന്ത്യ ഔദ്യോഗികമായി വിജയം പ്രഖ്യാപിച്ചു. ക്യാപ്റ്റൻ വിക്രം ബത്രയെയും മനോജ് കുമാർ പാണ്ഡെയും പോലുള്ള 527 ധീര സൈനികരുടെ ജീവത്യാഗത്തിലൂടെയാണ് ഈ വിജയം ഭാരതം നേടിയെടുത്തത്. 99 കാർഗിൽ യുദ്ധം അവസാനിച്ചതിന്റെ തൊട്ടു പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അതീവ സങ്കീർണമായ അവസ്ഥയിലായിരുന്നു. അതിർത്തിയിൽ നേരിയ പ്രകോപനം പോലും വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കാവുന്ന അത്രയും കലുഷിതമായ അന്തരീക്ഷം. കാർഗിലിലേറ്റ കനത്ത പരാജയത്തിന് ശേഷം പാകിസ്ഥാൻ പ്രകോപനങ്ങൾ തുടരുന്നതിനിടെയാണ് 1999 ഓഗസ്റ്റ് 10 ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിൽ നിർണായകമായ ഒരു സൈനിക നീക്കം അരങ്ങേറുന്നത്. ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ച പാകിസ്ഥാൻ നാവികസേനയുടെ ബ്രഗ്വേ അറ്റ്ലാന്റിക് എന്ന അത്യാധുനിക നിരീക്ഷണ വിമാനത്തെ ഇന്ത്യൻ വ്യോമസേന വെടിവെച്ചിട്ട ഈ സംഭവം അറ്റ്ലാന്റിക് ഇൻസിഡന്റ് എന്ന പേരിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. ഒരു മാസത്തിന് ശേഷം കാർഗിലിലെ വിജയം ആവർത്തിച്ച ഈ നടപടി ഇന്ത്യൻ സൈന്യത്തിന്റെ ജാഗ്രതയുടെയും ധീരതയുടെയും ഉത്തമ ഉദാഹരണമാണ്. സംഭവം നടന്ന ഓഗസ്റ്റ് 10 രാവിലെ 10:51 പാകിസ്ഥാൻ സിന്ധ് മേഖലയിൽ നിന്നും ഒരു വിമാനം ഇന്ത്യൻ അതിർത്തി ലക്ഷ്യമാക്കി നീങ്ങുന്നത് ഇന്ത്യൻ റഡാറുകൾ കണ്ടെത്തുന്നത്. അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്നും കുറഞ്ഞത് 10 കിലോമീറ്റർ അകലം പാലിക്കണമെന്ന 91 വ്യോമ കരാർ ലംഘിച്ചുകൊണ്ട് പാക് വിമാനം 2 തവണ ഇന്ത്യൻ വ്യോമാതിർത്തിക്കുള്ളിലേക്ക് അതിക്രമിച്ചു കയറി. ഉടൻ തന്നെ ഗുജറാത്തിലെ നളിയ വ്യോമത്താവളത്തിൽ നിന്നും സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് ബുന്ദേലയുടെ നേതൃത്വത്തിലുള്ള MiG-21 യുദ്ധവിമാനങ്ങൾ ആകാശത്തേക്ക് കുതിച്ചുയർന്നു. പാക് നാവികസേനയുടെ ചിഹ്നമുള്ള ഫ്രഞ്ച് നിർമ്മിത അറ്റ്ലാന്റിക് വിമാനത്തെ ബുന്ദേല ആകാശത്ത് വെച്ച് തടഞ്ഞു. വിമാനം നിലത്തിറക്കുവാൻ അദ്ദേഹം ആവർത്തിച്ച് സിഗ്നലുകൾ നൽകിയെങ്കിലും പാക് വിമാനം ഇന്ത്യൻ യുദ്ധവിമാനത്തിന് നേരെ അപകടകരമായ രീതിയിൽ തിരിയുകയും അതിർത്തി കടന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയുമായിരുന്നു. ശത്രു വിമാനം രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്ന ഗ്രൗണ്ട് കൺട്രോളിന്റെ നിർദ്ദേശം ലഭിച്ചതോടെ പ്രശാന്ത് ബുന്ദേല തന്റെ MiG വിമാനത്തിൽ നിന്ന് R-60 എയർ ടു എയർ മിസൈൽ തൊടുത്തു. വിമാനത്തിന്റെ ഇടതുവശത്തെ എഞ്ചിനിൽ മിസൈൽ തുളച്ചു കയറുകയും നിമിഷങ്ങൾക്കുള്ളിൽ പാക് വിമാനം തകർന്ന് വീഴുകയും ചെയ്തു. വിമാനത്തിലുണ്ടായിരുന്ന 5 ഓഫീസർമാർ ഉൾപ്പെടെ 16 പേരും ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടു. കാർഗിൽ യുദ്ധത്തിന് ശേഷം ഇന്ത്യൻ അതിർത്തി കാക്കുന്നതിൽ വ്യോമസേന പുലർത്തിയ അസാമാന്യമായ ധീരതയും കൃത്യതയും ലോകത്തിന് മുന്നിൽ തെളിയിക്കപ്പെട്ട നിമിഷമായിരുന്നു അത്. ഈ വീരകൃത്യത്തിന് പ്രശാന്ത് ബുന്ദേലയ്ക്ക് പിന്നീട് വായുസേന മെഡൽ നൽകി രാജ്യം ആദരിക്കുകയും ചെയ്തു. ഈ സംഭവം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സൈനികമായും നയതന്ത്രപരമായും വലിയൊരു തിരിച്ചടിയായിരുന്നു. തങ്ങളുടെ വിമാനം നിരായുധമായിരുന്നുവെന്നും പരിശീലനം പറക്കലിനിടയിൽ ഇന്ത്യൻ ഭാഗത്തു നിന്നും അനാവശ്യമായ ആക്രമണം ഉണ്ടായതാണെന്നും കാണിച്ച് പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചു. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ പാക് മണ്ണിലാണ് വീണതെന്ന് കാണിച്ച് $60 മില്യൺ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അവർ ഹേഗിലെ അന്താരാഷ്ട്ര നീതിപീഠത്തെ സമീപിച്ചു. എന്നാൽ വിമാനത്തിന്റെ ചില ഭാഗങ്ങൾ ഇന്ത്യൻ മണ്ണിൽ നിന്നും കണ്ടെടുത്തിരുന്നുവെന്നും വിമാനത്തിന് വേഗത ഉള്ളതിനാൽ വെടിയേറ്റ ശേഷം അത് പാക് അതിർത്തിയിലേക്ക് നീങ്ങി വീണതാകാമെന്നും ഇന്ത്യ ശക്തമായി വാദിച്ചു. പാകിസ്ഥാൻ സമർപ്പിച്ച ഹർജിയിൽ ഇടപെടാൻ തങ്ങൾക്ക് അധികാരമില്ലെന്ന് വ്യക്തമാക്കി 2000 ജൂണിൽ അന്താരാഷ്ട്ര കോടതി പാകിസ്ഥാന്റെ പരാതി തള്ളിക്കളഞ്ഞു. 15 അംഗ ബെഞ്ചിൽ 14 പേരും ഇന്ത്യയുടെ വാദങ്ങളെ പിന്തുണച്ചു എന്നത് പാകിസ്ഥാന് ലഭിച്ച വലിയൊരു നയതന്ത്ര പരാജയമായിരുന്നു. കേസ് നടത്താനായി മാത്രം കോടിക്കണക്കിന് രൂപ ചിലവാക്കിയ പാക് സർക്കാരിന് ജനങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യം സംജാതമായി. കാർഗിലിലെ തോൽവിക്ക് പിന്നാലെ ഉണ്ടായ ഈ സംഭവം അന്നത്തെ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ രാഷ്ട്രീയ ഭാവിയെയും ബാധിച്ചു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ജനറൽ പർവേസ് മുഷറഫിന്റെ നേതൃത്വത്തിൽ
നടന്ന പട്ടാള അട്ടിമറിക്ക് ഈ സംഭവം ഒരു പ്രധാന പശ്ചാത്തലമായി മാറുകയുണ്ടായി. അറ്റ്ലാന്റിക് വിമാനം വെടിവച്ചിട്ട സംഭവം ഇന്ത്യൻ സൈന്യത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും അതിർത്തിയിൽ ഏതുതരം വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. സമാധാന കരാറുകൾ ലംഘിക്കുന്നവർക്ക് തക്കതായ മറുപടി നൽകുന്നതിൽ ഇന്ത്യ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന സന്ദേശം ഇതിലൂടെ പാകിസ്ഥാനും ലോകരാഷ്ട്രങ്ങൾക്കും ലഭിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ജീവൻ പണയം വെച്ച് പോരാടിയ പ്രശാന്ത് ബുന്ദലെ പോലെയുള്ള ധീരരായ പൈലറ്റുമാരുടെ സ്മരണകൾ ഇന്നും ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്നു. കാർഗിൽ യുദ്ധത്തിന് ശേഷമുള്ള ഇന്ത്യൻ സൈനിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഏടുകളിൽ ഒന്നായി ഈ സംഭവം ഇന്നും നിലനിൽക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.